നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ പരക്കെ നാശം. മൂന്നുമുറിയിലും പാഴായിയിലും വീടുകൾക്ക് മുകളിലേക്ക് തെങ്ങ് വീണു. പലയിടത്തും റോഡിലേക്കും വൈദ്യുത കമ്പികളിലേക്കും മരം വീണ് അപകടം. തിങ്കളാഴ്ച ജില്ലയിൽ റെഡ് അലർട്ട്. ചെങ്ങാലൂർ കുണ്ടുകടവിൽ പാലം പണിയുടെ ഭാഗമായി കുറുമാലിപ്പുഴയിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണ് അപകട ഭീഷണിയാകുന്നു. കാലവർഷത്തിന്റെ തീവ്രത കൂടിയാൽ പുഴയുടെ മേൽഭാഗത്ത് വൻ തകർച്ചയ്ക്കും വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും ഇത് ഇടയാക്കുമെന്ന് ആരോപണം. തൃക്കൂർ 16-ാം വാർഡിലെ പള്ളം, കനാൽ ബണ്ട്, മഠം, ഷട്ടർ, അങ്കണവാടി എന്നീ പഞ്ചായത്ത് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി വാർഷികാഘോഷം വരന്തരപ്പിള്ളിയിൽ DYSP PB പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU കൊടകര പ്രോജക്ട് സമ്മേളനം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പെട്രോൾ പമ്പിനു സമീപം കാറും ഓമിനി വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വാനിലുണ്ടായിരുന്നയാളെ പുറത്തെടുത്തത് അഗ്നിരക്ഷാ സേനയെത്തി വാനിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച്. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ പഞ്ചായത്തിലെ മൂന്നുമുറി ചേലക്കോട്ടുകരയിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന് ഭാഗികമായി കേടുപറ്റി. അടാട്ട് വിശ്വനാഥന്റെ വീടിനാണ് കേടുപറ്റിയത്. മുറ്റത്ത് നിന്നിരുന്ന തെങ്ങ് കാറ്റിൽ ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ മുൻവശത്തെ ഷീറ്റുമേഞ്ഞ നടപ്പുര ഭാഗികമായി തകർന്നു. ശക്തമായ കാറ്റിൽ പുതുക്കാട് പാഴായി വട്ടേക്കാട്ടുപറമ്പിൽ രാജന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:45 സംഭവം. കുട്ടികൾ അടക്കം വീടിനകത്ത് 10 പേരുണ്ടായിരുന്നു. മരം വീഴുന്ന ശബ്ദം കേട്ടതോടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി മാറിയതിനാൽ എല്ലാവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തെങ്ങ് വീണതോടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. അളഗപ്പ നഗർ പഞ്ചായത്ത് 11-ാം വാർഡ് പുളിഞ്ചോടിൽ മരം റോഡിലേക്കും വൈദ്യുത കമ്പികൾക്ക് മുകളിലേക്കും മറിഞ്ഞു വീണു. പുല്ലാനിക്കൽ തിലകയുടെ വീട്ടുപറമ്പിലെ മരമാണ് വീണത്. ഇവരുടെ വീട്ടുമതിലും തകർന്നു. KSEB അധികൃതർ സ്ഥലത്തെത്തി. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലേക്ക് മരക്കൊമ്പ് വീണ് ട്രെയിൻ ഗതാഗതം ചെറിയ തോതിൽ തടസ്സപ്പെട്ടു. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന 1957-8 നമ്പർ എക്സ്പ്രസ് തീവണ്ടിക്ക് മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനും ചെറുതുരുത്തിക്കുമിടയിലാണ് സംഭവം. ഞായറാഴ്ച രാവിലെ 10:30 മരക്കൊമ്പ് വീണത്. ഉടനെ തന്നെ ട്രെയിൻ നിർത്തുകയും ലോക്കോ പൈലറ്റ് തൃശൂരിലെ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും മരം മാറ്റുകയും ചെയ്തു. തുടർന്നാണ് ട്രെയിനുകൾ യാത്ര തിരിച്ചത്. മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ദേശീയപാത ആമ്പല്ലൂരിൽ വെള്ളക്കെട്ട്. ശക്തമായി മഴ പെയ്താൽ ഉടൻ വെള്ളക്കെട്ടാണ്. റോഡിൽ ഒരു വശത്ത് വെള്ളം ഉയർന്നതോടെ ഓട്ടോറിക്ഷയും ഇരുചക്രവാഹനങ്ങളും അടക്കം കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ട് നേരിട്ടു. ദേശീയപാതയിലെ കാനകളിലൂടെ വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാൻ തടസ്സം നേരിട്ടതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം. അടിപ്പാത സർവീസ് റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപും ഇവിടെ നേരിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. മഴ ശക്തമായതോടെ കുറുമാലിപ്പുഴയിലെ താൽക്കാലിക തടയണകളെല്ലാം തകർന്നു. ഞായറാഴ്ച രാവിലെയാണ് ചിറകൾ തകർന്നത്. വേനലിൽ കുറുമാലിപ്പുഴയുടെ തീരങ്ങളിൽ ജലസമൃദ്ധി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലിക ചിറകൾ കെട്ടുന്നത്. വർഷക്കാലത്ത് മഴ ശക്തമായി പുഴയിൽ നീരൊഴുക്ക് ശക്തമാകുമ്പോൾ പൊട്ടാവുന്ന രീതിയിലാണ് ചിറ നിർമ്മാണം. തോട്ടുമുഖത്തും വാസുപുരത്തുമെല്ലാം പുഴയിലെ ചിറകൾ പൊട്ടി. ഇതോടെ കുറുമാലിപ്പുഴയിലെ ഒഴുക്ക് ശക്തിപ്പെട്ടിട്ടുണ്ട്. ചെങ്ങാലൂർ കുണ്ടുകടവിൽ പാലം പണിയുടെ ഭാഗമായി കുറുമാലിപ്പുഴയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് അപകട ഭീഷണിയാകുന്നു. കാലവർഷത്തിന്റെ തീവ്രത കൂടിയാൽ പുഴയുടെ മേൽഭാഗത്ത് വൻ തകർച്ചയ്ക്കും വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും ഇത് ഇടയാക്കുമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ ആരോപിച്ചു. മഴ കനത്തിട്ടും പുഴയിലെ മണ്ണ് മന്ദഗതിയിലാണ് നീക്കം ചെയ്യുന്നത്. മഴ തിമിർത്ത് പെയ്യുമ്പോഴും ഒരു ഹിറ്റാച്ചിയും 2 ചെറു ടിപ്പറുകളും മാത്രമാണ് പ്രവൃത്തിയിലുള്ളത്. പാലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിക്കിടക്കുന്ന മണ്ണാണ് ഇപ്പോൾ നീക്കുന്നത്. പാലത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വൻതോതിലുള്ള മണ്ണ് ശേഖരമാണ് കൂടിക്കിടക്കുന്നത്. നിലവിൽ പുഴയിൽ കിടക്കുന്ന മണ്ണ് ടിപ്പറിൽ എടുത്തുമാറ്റി കൊണ്ടുപോയി മറ്റൊരിടത്ത് നിക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത്. എന്നാൽ ഈ മണ്ണ് മേൽപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിലേക്ക് ടിപ്പറിൽ കയറ്റി കൊണ്ടുപോകാതെ തന്നെ
നേരിട്ട് എളുപ്പം നിക്ഷേപിക്കാവുന്നതും അപകടം ഒഴിവാക്കാവുന്നതുമാണ്. തന്നെയുമല്ല, വളരെ മൂല്യവത്തായ മണ്ണ് പുഴ വഴി ഒലിച്ചു നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും ചെയ്യാമെന്ന് പരിഷത്ത് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ജലസേചന വകുപ്പിനോടും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോടും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള ചെങ്ങാലൂർ കർഷക കൂട്ടായ്മ ചെയർമാൻ കെ അനീഷ് കുമാർ, കൺവീനർ VA ലിൻഡോ എന്നിവർ ആവശ്യപ്പെട്ടു. തൃക്കൂർ 16-ാം വാർഡിലെ പള്ളം, കനാൽ ബണ്ട്, മഠം, ഷട്ടർ, അങ്കണവാടി എന്നീ പഞ്ചായത്ത് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലോക്കൽ സെക്രട്ടറി VM സിനീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി ബിന്ദുരാജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS റോസൽ രാജ്, CA വൈശാഖ്, ലോക്കൽ കമ്മിറ്റി അംഗം KU ഉമേഷ്, പഞ്ചായത്ത് അംഗം കപിൽ രാജ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി വാർഷികാഘോഷം വരന്തരപ്പിള്ളിയിൽ DYSP PB പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വിമുക്തി കോർഡിനേറ്റർ CV രാജേന്ദ്രൻ, ഡോക്ടർ ഷാജു കാവുങ്ങൽ, PD ഷൈജു, AN സന്തോഷ്, സിന്ധു സന്തോഷ്, രമ സന്തോഷ്, സന്തോഷ് പുളിഞ്ചോട് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. പഞ്ചായത്തിൽ മാത്രമല്ല തൃശൂർ ജില്ലയിലും മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വർഷം തോറും തുടർച്ചയായി 4 വർഷമായി നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വാർഷികാഘോഷ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഒരു പൊതുസമവാക്യമുണ്ട്. ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു നന്മ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അനന്തമായി ഉണ്ട്. ആ സമവാക്യം കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഈ സമിതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഉദ്ദേശിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും നന്നായി പഠിച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരും അത്യാവശ്യം ആഗ്രഹങ്ങളാണുള്ളത്. ഞാൻ ഒഴിവാക്കുന്നതല്ല. കുട്ടികളുടെ വഴിയാണ്. തൃശൂരിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ അക്യുല ഫിനാൻസിന്റെയും ലയൺസ് ക്ലബ്ബ് തൃശൂർ കിങ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അക്യുല ഫിനാൻസിന്റെ അയ്യന്തോൾ കോർപ്പറേറ്റ് ഓഫീസിൽ വിങ്സ് ഓഫ് വിസ്ഡം 2025 സംഘടിപ്പിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടന്നു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. അക്യുല ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തീരത്ത് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 30 വർഷത്തോളമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്യുല ഫിനാൻസ് ലിമിറ്റഡിന്റെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായാണ് വിങ്സ് ഓഫ് വിസ്ഡം 2025 സംഘടിപ്പിച്ചത്. വിദ്യാസമ്പന്നരായ യുവതലമുറയാണ് സമൂഹത്തെ പുനരുദ്ധരിക്കാൻ ആവശ്യമെന്നും CSR പദ്ധതികളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അക്യുല ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തീരത്ത് അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഇഗ്നേഷ്യസ്, ലയൺസ് ക്ലബ്ബ് ഓഫ് തൃശൂർ കിങ്സ് പ്രസിഡന്റ് ശ്രീനിവാസൻ, ട്രഷറർ ഷാജി, അക്യുല ഫിനാൻസ് ഹോൾ ടൈം ഡയറക്ടർ ദിവ്യ ജയകുമാർ, DGM മോഹൻദാസ്, AGM പ്രമീത് പ്രഭാകർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അക്യുല ഫിനാൻസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ കോളേജ് ബുക്കുകൾക്കും ഗൈഡുകൾക്കും ഓഫീസ് സ്റ്റേഷനറികൾക്കുമായി കോടാലി CC ടവറിൽ ബുക്ക് കഫേ എന്ന സ്ഥാപനം മെയ് 26 തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. രാവിലെ 9:15 മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം നിർവഹിക്കും. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU കൊടകര പ്രോജക്ട് സമ്മേളനം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. CG പ്രദീപ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി UG വാസന്തി, യൂണിയൻ ജില്ലാ സെക്രട്ടറി MS പ്രേമലത, CITU ഏരിയ ട്രഷറർ PC ഉമേഷ്, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK മോഹനൻ, ഗ്രീഷ അനിലൻ, KC ബിന്ദു, PA അനിത എന്നിവർ പ്രസംഗിച്ചു. ബിന്ദു ഷാബുവിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി NK ഷീബയെയും ട്രഷററായി രമ്യ രാജിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. തുടരും സിനിമയിലൂടെ വൈറലായ കാട്ടാനകളുടെ ചിത്രം കോടാലി സ്വദേശിയായ കലാകാരൻ നികേഷ് കൃഷ്ണൻ കളിമണ്ണിൽ പുനർസൃഷ്ടിച്ചത് ആകർഷകമായി. ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലെ പുൽമേട്ടിൽ കിടന്നുറങ്ങുന്ന ആന കുടുംബത്തിന്റെ ചിത്രം ധനുപരൻ
പ്രവീൺ ഷൺമുഖാനന്ദൻ എന്നിവർ ചേർന്നാണ് ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയത്. തുടരും സിനിമയിൽ ഉൾപ്പെടുത്തിയതോടെ ഈ ചിത്രം കൂടുതൽ വൈറലായി മാറുകയായിരുന്നു. ആനപ്രേമി കൂടിയായ കലാകാരൻ നികേഷ് കൃഷ്ണൻ ഈ ചിത്രത്തിന് കളിമണ്ണുപയോഗിച്ച് ശില്പഭാഷ്യം തീർക്കുകയായിരുന്നു. ചലിക്കുന്ന ആനകൾക്ക് രൂപം നൽകി ശ്രദ്ധേയനായിട്ടുള്ള കലാകാരൻ കൂടിയാണ് നികേഷ്. തൃക്കൂർ പെട്രോൾ പമ്പിന് സമീപം കാറും ഓമിനി വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വാനിലുണ്ടായിരുന്നയാളെ പുറത്തെടുത്തത് അഗ്നിരക്ഷാസേനയെത്തി വാനിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ തൃക്കൂർ സ്വദേശി കവലക്കാട്ട് ജെറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കുകളുണ്ടെങ്കിലും സാരമുള്ളതല്ല. ഇവരെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. ആമ്പല്ലൂർ ഭാഗത്തു നിന്നും മരത്താക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വരാക്കര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും മരത്താക്കര ഭാഗത്തു നിന്ന് തൃക്കൂരിലേക്ക് വരികയായിരുന്ന ഓമ്നി വാനുമാണ് കൂട്ടിയിടിച്ചത്. അപകടം നടന്ന് അരമണിക്കൂറോളം ജെറിൻ വാനിൽ കുടുങ്ങിയിരുന്നു. തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പുതുക്കാട് അഗ്നിരക്ഷാസേനയും സ്ഥലത്ത് എത്തിയിരുന്നു. കേരള കർഷക സംഘം പറപ്പൂക്കര പള്ളം യൂണിറ്റ് സമ്മേളനം കർഷക സംഘം കൊടകര ഏരിയ ട്രഷറർ MV സതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി KK രാമകൃഷ്ണൻ, കർഷക സംഘം മേഖലാ സെക്രട്ടറി ഷാജു കോമ്പാറക്കാരൻ, KV രാജൻ, PR രാജൻ, AC സംഗീത്, ഷൈനി വിൽസൺ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി സിനി ഞാറ്റുവെട്ടിയെയും പ്രസിഡന്റായി MJ റോജനെയും തെരഞ്ഞെടുത്തു. കേരള കർഷക സംഘം കടമ്പോട് യൂണിറ്റ് സമ്മേളനം നടത്തി. കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. TD ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. PS അംബുജാക്ഷൻ, TD സഹജൻ, പിയൂസ് സിറിയക്ക്, അസൈൻ, ശോഭ വാസു എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി TD സഹജനെയും പ്രസിഡന്റായി ശോഭ വാസുവിനെയും തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റിയല്ല. ആ രീതിയിൽ എല്ലാ കൊല്ലവും അങ്ങനെയാണ് ഓണാനിച്ചത്. അതുപോലെയാണ് കേരളത്തിലെ മൊത്തം സർക്കാരിൻ്റെ സ്കൂളുകൾ. ശാഖയുടെ കാര്യം പറഞ്ഞാൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ കുറെ കൂടി സാഹിത്യ ഭാഷയിൽ പന്നിയുടെ മാംസം പ്രയോജനപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കല്ലൂർ ഞെള്ളൂർ NSS കരയോഗത്തിന് കീഴിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. പുതുക്കാട് പോലീസ് SHO മഹേന്ദ്ര സിംഹൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് മനോജ് പറങ്ങോടത്ത് അധ്യക്ഷത വഹിച്ചു. കരിപ്പേരി രാമൻകുട്ടി സംസാരിച്ചു. പറപ്പൂക്കര രാപ്പാൾ മഠത്തി വീട്ടിൽ നൂപുരം നൃത്ത പരിശീലന ക്യാമ്പിന്റെ സമാപനവും നൃത്താവതരണവും കരയോഗം LP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഗായിക ശ്രീലക്ഷ്മി K അനിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ M ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നൃത്താധ്യാപിക ഡോക്ടർ ചാന്ദിനി സലീഷിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രോഗ്രാം കൺവീനർ അശോകൻ പന്തലൂർ, കോർഡിനേറ്റർ സുധൻ കാരയിൽ എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധിയനും പ്രകൃതി ചികിത്സാ പ്രചാരകനും സാഹിത്യകാരനുമായ CP ഗംഗാധരനെ 92ാം ജന്മദിനത്തിൽ ശ്രീനാരായണ സേവാ സംഘം ആദരിച്ചു. പ്രസിഡന്റ് CP ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് തണൽ പ്രസിഡന്റ് MV യതീന്ദ്രദാസ്, SN തിയേറ്റേഴ്സ് പ്രസിഡന്റ് KR ജയരാജ്, CPM ലോക്കൽ സെക്രട്ടറി PC സുബ്രൻ, പെൻഷനേഴ്സ് യൂണിയൻ നേതാവ് CI രവീന്ദ്രൻ, TR രാധ, CG ബൈജു, TR സജീവൻ, PP ശശി എന്നിവർ പ്രസംഗിച്ചു. കോടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലെ മോർ ഇഗ്നാത്യോസ് ന്യൂറോനോ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ, ഓർത്തോ, ഓഡിയോളജി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘം ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. വികാരി ഫാദർ KT യാക്കോബ്, കോർഡിനേറ്റർ ബേസിൽ ജോയ് പാട്ടുള്ളിൽ, ബേസിൽ ബെന്നി, ജെഫിൻ ജേക്കബ്, അപ്പോളോ ഹോസ്പിറ്റലിലെ ക്യാമ്പ് കോർഡിനേറ്റർ KS സുമേഷ് എന്നിവർ നേതൃത്വം നൽകി. ബംഗളൂരുവിൽ നടന്ന 5ാമത് അഖിലേന്ത്യാ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടിക സ്വർണ്ണ മെഡൽ നേടി. 70 കിലോ വിഭാഗത്തിലാണ് പോൾദാസ് ഗ്രാൻഡ് മാസ്റ്റർ ചാമ്പ്യനായത്. വർഷങ്ങളായി ആം റെസ്ലിംഗ് രംഗത്തുള്ള പോൾദാസ് ഇത് 15ാം തവണയാണ് ദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടുന്നത്. അസർബൈജാനിൽ നടക്കാനിരിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് പോൾദാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷം മുൻപ് ചൈനയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും പോൾദാസ് പങ്കെടുത്തിരുന്നു.
അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു, ചീനവലകളും നശിച്ചു. ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച പുലർച്ചെയുമുണ്ടായ ശക്തമായ കാറ്റിലാണ് നാശനഷ്ടം ഉണ്ടായത്. ബീച്ചിൽ കച്ചവടം നടത്തുന്ന 10 സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു വീണു. ഇവിടങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളും മറ്റും നിലം പതിച്ചിട്ടുണ്ട്. മുനയ്ക്കൽ ബീച്ചിൽ അഴീക്കോട് സ്വദേശി മടത്തിപ്പറമ്പിൽ ചന്ദ്രന്റെ ചീനവല പാടെ തകർന്നു. തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. ബീച്ചിലുള്ള കടകളെ പരിപൂർണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി. അതോടൊപ്പം തന്നെ മുനക്കല് ചന്ദ്രൻ എന്ന ആളുടെ ചീനവല നാമവിശേഷമായി. അതിനിടയ്ക്ക് ഒരാളുടെ കൈ വെള്ളത്തിൽ ഉയർന്നു കണ്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബോട്ട് അതിനായിട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. കുഴൽ കിണർ മോട്ടോറിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. വടക്കാഞ്ചേരി പയ്യന്നൂർ വടക്കേത്തറ നാരായണ സ്കൂളിന് സമീപം നന്നാട്ടുകുളം വീട്ടിൽ 65 വയസ്സുള്ള ഗുരുവായൂരപ്പനാണ് വീട്ടിലെ കുഴൽക്കിണറിന്റെ മോട്ടോറിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. വീട്ടിലെ കുഴൽക്കിണർ മോട്ടോറിലേക്ക് നൽകിയ വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് ഗുരുവായൂരപ്പന് ഷോക്കേറ്റത്. ഉടൻ തന്നെ പയ്യന്നൂർ നവോദയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇലക്ട്രിക്കൽ ജോലികളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിക്ക് വേണ്ടി ഓട്ടോപ്സി മുറി പുതുക്കി പണിയുന്നതിനായി നിർത്തിവച്ചിരുന്ന പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കും. പണി ഭാഗികമായി പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് നിലവിൽ യാതൊരു തടസ്സവും ഇല്ലെന്നും മെയ് 26 മുതൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഒല്ലൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2025-26 വർഷത്തേക്ക് ജേർണലിസം, ഹിന്ദി, കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മലയാളം എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരുടെ ഒഴിവുകളുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് രജിസ്റ്റർ ചെയ്തവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. മെയ് 26 രാവിലെ 10 ജേർണലിസം, ഹിന്ദി, കൊമേഴ്സ് വിഭാഗങ്ങളിലെ ഇന്റർവ്യൂവും 27 രാവിലെ 10 ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ ഇന്റർവ്യൂവും 28 രാവിലെ 10 മലയാളത്തിന്റെ ഇന്റർവ്യൂവും നടത്തും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9188900185. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം പകർപ്പ് സഹിതം മെയ് 30 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9249244738. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ഹിന്ദി, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ മെയ് 28 രാവിലെ 10 സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളുമായി ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048027880300. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8940 രൂപ, പവന് 71,520 രൂപ. വെള്ളാനിക്കോട് എളമന പരേതനായ മത്തായിയുടെ ഭാര്യ മറിയക്കുട്ടി 90 വയസ്സ് അന്തരിച്ചു. സംസ്കാരം നടത്തി. പുതുക്കാട് കണ്ണമ്പത്തൂർ കുറുമാലി കരുവാൻ രാമകൃഷ്ണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 വടൂക്കര ശ്രീനാരായണ സമാജം ശ്മശാനത്തിൽ. ഭാര്യ ഇന്ദിര, വിദ്യ, ദിവ്യ എന്നിവർ മക്കളും, ശശി, വിനോദ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴയിൽ പരക്കെ നാശം. മൂന്നുമുറിയിലും പാഴായിയിലും വീടുകൾക്ക് മുകളിലേക്ക് തെങ്ങ് വീണു. പലയിടത്തും റോഡിലേക്കും വൈദ്യുത കമ്പികളിലേക്കും മരം വീണ് അപകടം. തിങ്കളാഴ്ച ജില്ലയിൽ റെഡ് അലർട്ട്. ചെങ്ങാലൂർ കുണ്ടുകടവിൽ പാലം പണിയുടെ ഭാഗമായി കുറുമാലിപ്പുഴയിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണ് അപകട ഭീഷണിയാകുന്നു. കാലവർഷത്തിന്റെ തീവ്രത കൂടിയാൽ പുഴയുടെ മേൽഭാഗത്ത് വൻ തകർച്ചയ്ക്കും വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും ഇത് ഇടയാക്കുമെന്ന് ആരോപണം. തൃക്കൂർ 16-ാം വാർഡിലെ പള്ളം, കനാൽ ബണ്ട്, മഠം, ഷട്ടർ, അങ്കണവാടി എന്നീ പഞ്ചായത്ത് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി വാർഷികാഘോഷം
വരന്തരപ്പിള്ളിയിൽ ഡിവൈഎസ്പി PB പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU കൊടകര പ്രോജക്ട് സമ്മേളനം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പെട്രോൾ പമ്പിനു സമീപം കാറും ഓമിനി വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വാനിലുണ്ടായിരുന്നയാളെ പുറത്തെടുത്തത് അഗ്നിരക്ഷാ സേനയെത്തി വാനിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.